ലഹരി ഉപയോഗത്തെ തുടർന്ന് മലപ്പുറം വളാഞ്ചേരിയിൽ HIV ബാധ. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ച 9 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. സമീർ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. ലഹരി ഉപയോഗത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള മറ്റൊരു സൈഡ് എഫക്റ്റിനെ കുറിച്ചുകൂടി പറഞ്ഞാണ്. ഇതധികം നമ്മൾ ഈ ഒരു കാലത്ത് കേട്ടതുമല്ല. സമീർ. ഹാഷ്മിയും മലപ്പുറം വളാഞ്ചേരിയിൽ 9 പേർക്കാണ് HIV സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 മലയാളികളും 3 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ലഹരി കുത്തിവെച്ചവർക്കാണ് ഇത്തരത്തിൽ ഈ HIV കണ്ടെത്തിയത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ആദ്യം ആരോഗ്യവകുപ്പ് നടത്തിയ സർവേയിൽ ഒരാൾക്കാണ് ഈ HIV രോഗബാധ കണ്ടെത്തിയത്. അതിന് പിന്നാലെ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരു വിശദമായ ഒരു പരിശോധന നടത്തുകയായിരുന്നു. ആ ഒരു സമയത്താണ് ബാക്കിയുള്ള 8 പേർക്ക് കൂടി ഇത്തരത്തിൽ HIV ബാധ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ രോഗത്തിന് കാരണം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗമാണ്. അതായത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് ഇത്തരത്തിൽ ഇതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തുടർ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ഇവരുമായി ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവർക്കൊക്കെ തന്നെ ഒരുപക്ഷെ HIV രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ തുടർ നടപടിയും സ്വീകരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉള്ളത്. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നിലവിൽ മലപ്പുറം കളക്ടറേറ്റിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം തന്നെ നിലവിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹാഷ്മി, ഇതിൽ കൂടുതൽ പേർക്കുണ്ടോ സമീർ? ഈ സൂചി ഉപയോഗിച്ച് 9 പേർ മാത്രമാണോ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടോ? ഹാഷ്മി, നിലവിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം ആരോഗ്യവകുപ്പിനില്ല. കാരണം എത്ര പേർ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സിറിഞ്ചിലെ നീഡിൽ മുഖേനയാണ് ഇത്തരത്തിൽ ഈ ലഹരി വ്യാപനം അല്ലെങ്കിൽ ഈ HIV വ്യാപനം എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. കാരണം ഇത്തരം ഇനി ഇതിനേക്കാൾ കൂടുതലുള്ള ഒരു വ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. ഏതായാലും ഈ ലഹരി ഉപയോഗത്തിന്റെ പലതരത്തിലുള്ള ഭവിഷ്യത്തുകൾ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു HIV രോഗബാധ എന്നുള്ളത് അപൂർവം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് തന്നെ ഉള്ള ഒരു വ്യാപന തോതാണ് നിലവിൽ വളാഞ്ചേരിയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. അതിന് കാരണം ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരി ഉപയോഗമാണ് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ആർക്കൊക്കെ ഇനിയും ഇതിന്റെ ഭാഗമായി രോഗബാധ ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് വളരെ വിശദമായി തന്നെ പരിശോധിക്കാൻ. അല്ലെങ്കിൽ തന്നെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് പോയ കുറച്ച് വർഷങ്ങളിൽ മാത്രം ഈ എയ്ഡ്സ് വ്യാപനം വല്ലാതെ കൂടുന്നു എന്നുള്ള കണക്കുണ്ട്. നേരത്തെ അതൊരു 45-50 വയസ്സ് പ്രായമുള്ള കുട്ടികളാണെങ്കിൽ പ്രായമുള്ളവരാണെങ്കിൽ ഇപ്പോഴത് 19-25 മാത്രം പ്രായമുള്ള കുട്ടികളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് പുതിയൊരു സീരിയസ് മെനേസാണ്. സമീർ. അതെ ഹാഷ്മി, പുതിയ വഴികളിലൂടെ ഈ HIV പകരുന്നു. അത് പുതിയ തരത്തിലുള്ള ആളുകളിലേക്ക് HIV പകരുന്നു എന്നുള്ളതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഈ നിലവിൽ HIV സ്ഥിരീകരിച്ചവരൊക്കെ തന്നെ യുവാക്കളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളും 6 മലയാളികളും ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ വളാഞ്ചേരിയിൽ മാത്രം ഈ രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് മാറി മാറി ലഹരി കുത്തിവെക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. പ്രാഥമികമായി ആദ്യം ആരോഗ്യവകുപ്പ് ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേയിലാണ് ഒരാൾക്ക് HIV രോഗബാധ കണ്ടെത്തുന്നത്. അതിന് പിന്നീട് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വിശദമായ പഠനവും പരിശോധനയും നടത്തുകയായിരുന്നു. അതോടുകൂടിയാണ് ഇവരുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള 6 പേർക്ക് കൂടി ഈ ഒരു രോഗബാധ കണ്ടെത്തിയൊരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഏത് രീതിയിലാണ് ഇത്തരം ഒരു വ്യാപനത്തിലേക്ക് കടന്നത് എന്നുള്ളത് ആരോഗ്യവകുപ്പും ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പരിശോധിച്ചത്. അപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകുന്നത്. ഒരേ സിറിഞ്ച് ഒരേ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ ആളുകൾ സംഘം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ ആർക്കോ ഒരാൾക്ക് HIV ഉണ്ടായിരുന്നു. അത് ഈ മറ്റുള്ള 8 പേരിലേക്കും പകർന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതിന് പിന്നെ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ 9 പേർക്ക് ഇത്തരത്തിൽ HIV കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടിയാണ് ആരോഗ്യവകുപ്പ് കൃത്യമായ ഒരു ജാഗ്രത അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ഇവരൊക്കെ തന്നെ നിലവിൽ വീടുകളിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. മറ്റെവിടെയും മാറ്റേണ്ട സാഹചര്യം ഒന്നും നിലവിൽ വീടുകളിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബോധവൽക്കരണം അതോടൊപ്പം തന്നെ മറ്റുള്ള തുടർ
നടപടിയും ഒക്കെ തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവരൊക്കെ കുടുംബവും ഫാമിലിയുമായി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ടവർക്ക് ഇവരുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കും ഇത്തരത്തിൽ ലഹരി അല്ലെങ്കിൽ ക്ഷമിക്കണം ഈ HIV ബാധ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ആരോഗ്യവകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇവരൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം മലപ്പുറം കളക്ടറേറ്റിൽ ഒരു വിശദമായ യോഗം തന്നെ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിൽ എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം ഈ യോഗത്തിൽ കൈക്കൊള്ളുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഹാഷ്മി, ഇവർ ഈ പറയുന്ന സൂചി ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗം നടത്തിയത് വളാഞ്ചേരിയിൽ തന്നെയാണോ? ഒരു 3 ഇതര സംസ്ഥാനക്കാരുണ്ടെന്ന് പറയുന്നില്ല, അത് അവരും ഇവരുടെ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണോ? ഇതാദ്യം സ്ഥിരീകരിക്കുന്നത് ആരോഗ്യവകുപ്പ് തന്നെയല്ലേ സമീർ? ഹാഷ്മി, ആദ്യം ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് HIV കണ്ടെത്തുന്നു. പിന്നാലെയാണ് ഇതിൻ്റെ ഒരു വ്യാപനം ഉണ്ടായേക്കാം അല്ലെങ്കിൽ അത്തരം ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കണക്കിലെടുത്താണ് ഈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ നടത്തിയ പരിശോധനയിലാണ് അത്തരത്തിൽ 9 പേർക്ക് ഈ HIV രോഗബാധ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാനത്ത് ഈ ഓരോ മാസവും 10-ലധികം ആളുകൾക്ക് ഈ പൊതുവെ ഈ HIV സ്ഥിരീകരിക്കാറുണ്ട്. അങ്ങനെ ഈ സംസ്ഥാനത്തുള്ള ഈ HIV സ്ഥിരീകരണത്തിൽ വ്യാപനത്തിന്റെ അതേ തോത് വളാഞ്ചേരിയിൽ മാത്രം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും ഈ ലഹരി കൈമാറുന്ന ആളുകൾ തന്നെ ഈ നീഡിലും സിറിഞ്ചും ഒക്കെ തന്നെ കൈമാറാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ കൈമാറി ഉപയോഗിക്കപ്പെടുന്ന ഈ സിറിഞ്ചിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ഒരു വ്യാപനം ഉണ്ടായത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം പരിശോധന എങ്ങനെയായിരുന്നു, എന്താണ് കാരണം? അതിന് ഞാൻ ചോദിക്കാനുള്ള കാരണം യാദൃശ്ചികമായി നടത്തിയ പരിശോധനയിൽ HIV ബാധ കണ്ടെത്തിയതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു വളരെ ഒരു വിശദമായ ഒരു പരിശോധന ഡ്രൈവ് തന്നെ നടത്തേണ്ട സാഹചര്യം ഉണ്ടോ സമീർ, ദൗർഭാഗ്യവശാൽ? ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. കാരണം ഈ സാധാരണഗതിയിലുള്ള ഒരു പരിശോധന എന്നുള്ളത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു പതിവ് രീതിയാണ്. അങ്ങനെ ആ പതിവ് പരിശോധനയ്ക്കിടയിലാണ് ഒരാൾക്ക് HIV രോഗബാധ കണ്ടെത്തുന്നു. അതിന് പിന്നാലെ ഇതിന് ഗൗരവം മനസ്സിലാക്കിയ ആരോഗ്യവകുപ്പാണ് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നടത്തുന്നു. അങ്ങനെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം ആളുകൾക്ക് ഇത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ഒരു പഠനവും പരിശോധനയും ആവശ്യമുണ്ടെന്ന് തന്നെയാണ് നിലവിൽ ഈ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് തുടർ നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടി ഇത്തരത്തിലൊരു യോഗം ചേരാൻ തന്നെ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് തന്നെ ഒരു മാസത്തിൽ ഏതാണ്ട് 10 അതിലധികം ആളുകൾക്ക് മാത്രമാണ് രോഗം ബാധിക്കാറുള്ളത്. സമാനമായ രീതിയിൽ അത്ര ആളുകൾക്ക് തന്നെ വളാഞ്ചേരിയിൽ മാത്രം രോഗം ബാധിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി ആരോഗ്യവകുപ്പും കണക്ക് കൂട്ടുന്നത്. ഇത്തരത്തിൽ ഈ സുഹൃത്തുക്കൾക്കൊപ്പം സംഘം ചേർന്നുകൊണ്ട് ഈ സിറിഞ്ച് മാറി മാറി ലഹരി കുത്തിവെച്ചവർക്കാണ് ഇത്തരത്തിൽ രോഗം എന്നുള്ളതും ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം നിരവധിയായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്ത് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഭവിഷ്യത്ത് ഉണ്ട് എന്നുള്ളത് കൂടി ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇത് എന്നുള്ളത്. കാരണം ഇവരുമായൊക്കെ തന്നെ ബന്ധപ്പെടുന്ന ആളുകൾ ഒരു പക്ഷേ നിരപരാധികളാക്കാം, ലഹരിയുമായി ബന്ധമില്ലാത്ത ആളുകളായിരിക്കാം. അവർക്ക് കൂടി മറ്റു വഴികളിലൂടെ ഈ ലഹരി ഈ HIV പകരുന്നു എന്നുള്ളത് ഒരു വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഹാഷ്മി, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. ലഹരി ഉപയോഗത്തെ തുടർന്ന് മലപ്പുറം വളാഞ്ചേരിയിൽ HIV ബാധ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ച 9 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് വാർത്ത. നേരത്തെ നേരത്തെയുള്ള HIV ബാധിത അതിനുള്ള കാരണം ഈ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധമാണ്. അതിനുള്ള ബോധവൽക്കരണമൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതും കണ്ടവരുമാണ്. അപ്പോൾ അവർക്കുള്ള പ്രായപരിധി 45-50 ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ HIV സ്ഥിരീകരിക്കുന്നുള്ള പ്രായപരിധി ഒരു 19-25 വയസ്സ് ചെറിയ കുട്ടികൾക്കാണ്. അതിന് കാരണം ഇത്തരത്തിൽ പ്രധാനമായും സൂചി ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അടക്കമുള്ളവർ അതിൽ ജാഗരൂകരാണ്, കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, നേരത്തെ സമീർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഇതിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഈ 9 പേരിൽ എത്ര പേരാണ് കുടുംബമൊക്കെയായി ജീവിക്കുന്ന മനുഷ്യർ? അപ്പോൾ ആ നിരപരാധികളിലേക്കും ഇവർ ഈ രോഗം പടർത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന വേണ്ടി വരില്ലേ സമീർ?
ഹാഷ്മി, അത്തരമൊരു ആശങ്ക തന്നെയാണ് ആരോഗ്യവകുപ്പും മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായി അവരെ കൂടി പരിശോധിക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കാരണം ഇവർക്ക് തന്നെ കുടുംബവും ഭാര്യയും ഒക്കെമായി ജീവിക്കുന്ന ആളുകളാണ്. അവർ നിരപരാധികളാണ്. അവർക്ക് ലഹരിയുമായി തന്നെ ഒരു ബന്ധവും ഉണ്ടാകില്ല. പക്ഷേ ഇത്തരം HIV ഇവർക്ക് ലഹരി മുഖേന HIV ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു വഴികൾ മുഖേന ഈ HIV പകരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായി ലൈംഗിക ബന്ധത്തിലൊക്കെ തന്നെ അത് പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി ഈ HIV പകർന്നേക്കാം എന്നുള്ളൊരു ആശങ്കയും ഒരു കാര്യവുമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ ഒരു ഡ്രൈവ് നടത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വളാഞ്ചേരിയിൽ മാത്രം ഈ 9 പേരെ ഈ HIV രോഗബാധിതരായി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്.